മലയാളികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണിപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പുറത്തുവരുന്നത്. യാത്രക്കാരുടെ നിരന്തരം ആവശ്യം പരിഗണിച്ച് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 6 പ്രധാന സ്പെഷ്യൽ ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തി റെയിൽവേ മന്ത്രാലയം ഉത്തരവിറക്കി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി ഈ ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തണമെന്ന് ജോർജ് കുര്യൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. സീസൺ തിരക്കുകൾക്കായി ഓടിക്കൊണ്ടിരുന്ന ഈ ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തിയത് സ്ഥിരം യാത്രക്കാർക്കും തീർത്ഥാടകർക്കും വലിയ ആശ്വാസമാകും. പുതിയ നമ്പറുകളിലേക്ക് മാറുന്നതോടെ ഈ ട്രെയിനുകളുടെ സമയക്രമത്തിലും ബുക്കിംഗ് സൗകര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരും. വിശാഖപട്ടണം കൊല്ലം വിശാഖപട്ടണം സ്പെഷ്യൽ ഇനി മുതൽ വിശാഖപട്ടണം കൊല്ലം എക്സ്പ്രസ്സായി സർവീസ് നടത്തും. പാലക്കാട് കണ്ണൂർ സ്പെഷ്യൽ ഇനി മുതൽ പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ്സായി മാറും. കണ്ണൂർ കോഴിക്കോട് സ്പെഷ്യൽ ഇനി മുതൽ കണ്ണൂർ കോഴിക്കോട് എക്സ്പ്രസ്സായി സർവീസ് തുടരും. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു സ്പെഷ്യൽ ട്രെയിൻ ഇനി മുതൽ തിരുവനന്തപുരം നോർത്ത് മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസ് ആയിരിക്കും. കൊല്ലം എറണാകുളം മെമു സ്പെഷ്യൽ സർവീസ് ഇനി മുതൽ എറണാകുളം കൊല്ലം മെമു ആയി സ്ഥിരപ്പെടുത്തി. എറണാകുളം വേളാങ്കണ്ണി എറണാകുളം സ്പെഷ്യൽ ഇനി മുതൽ എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സായി സർവീസ് നടത്തും. തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെ നേരിട്ട് മലബാറുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിൻ മാർച്ച് 1 മുതൽ യാത്ര തുടങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏറെക്കാലമായി നിലവിലുള്ള ആവശ്യമാണിപ്പോൾ അംഗീകരിക്കപ്പെടുന്നത്. മംഗളൂരു സെൻട്രൽ രാമേശ്വരം ട്രെയിൻ പളനിയിലൂടെയാണ് കടന്നുപോകുകയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ 2 തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും ധാരാളം മലയാളികൾ യാത്ര ചെയ്യാറുണ്ട്. ആഴ്ചാവസാനങ്ങളിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുള്ള സമയത്താണ് ഈ ട്രെയിനുകൾ ഓടുക. പ്രധാനമന്ത്രി ഈ ട്രെയിനിനെ കൂടാതെ മറ്റു 3 ട്രെയിനുകൾ കൂടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇവ 3ഉം അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ്. താമ്പരം മംഗലാപുരം ജംഗ്ഷൻ അമൃത് ഭാരത് എക്സ്പ്രസ്, കോയമ്പത്തൂർ ധൻബാദ് അമൃത് ഭാരത് എക്സ്പ്രസ്, നാഗർകോവിൽ ചർലപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ് എന്നിവ ശനിയാഴ്ചകളിൽ വൈകുന്നേരം 7:30 മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെടും. ഞായറാഴ്ചകളിൽ രാവിലെ 10:50 രാമേശ്വരത്തെത്തും. ഞായറാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് 3:30 രാമേശ്വരത്ത് നിന്ന് പുറപ്പെടും. തിങ്കളാഴ്ചകളിൽ രാവിലെ 6:55 മംഗളൂരു സെൻട്രലിൽ എത്തിച്ചേരും. മധുരയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 4 ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്യുക. മംഗളൂരുവിനെയും പളനിയെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ചുള്ള ട്രെയിനു വേണ്ടിയുള്ള ആവശ്യം ഉയർന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. 2024 ഇത് സംബന്ധിച്ച പ്രഖ്യാപനം റെയിൽവേ നടത്തുകയും ചെയ്തു. എന്നാൽ പാമ്പൻ പാലത്തിന്റെ പണികൾ പൂർത്തിയാകാത്തതിനാൽ സർവീസ് നിലവിൽ വരാൻ ഇത്രയും വൈകി. നിലവിൽ പാമ്പൻ പാലം പണി പൂർത്തിയാവുകയും എല്ലാ ട്രെയിൻ സർവീസുകളും സാധാരണ പോലെ നടക്കുകയും ചെയ്യുന്നുണ്ട്. 2024 മാർച്ചിൽ മംഗളൂരു രാമേശ്വരം ട്രെയിൻ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സർവീസ് സാധ്യമായിരുന്നില്ല. പാമ്പൻ പാലത്തിന്റെ പണി ഉൾപ്പെടെ പല തടസ്സങ്ങൾ കാരണം സർവീസ് തുടങ്ങുന്നത് നീട്ടിവെക്കുകയായിരുന്നു. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലും ഒട്ടേറെ നവീകരണം നടത്തേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ പാമ്പൻ പാലം വീണ്ടും സജ്ജമായതോടെയാണ് ട്രെയിൻ വേണമെന്ന ആവശ്യം സജീവമായത്. രാമേശ്വരത്തുള്ള നിരവധി മത്സ്യത്തൊഴിലാളികൾ മംഗളൂരുവിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് കൂടി നേട്ടമാകും പുതിയ സർവീസ്. കൂടാതെ മലബാറിലെ തീർത്ഥാടകർക്കും ഗുണം ചെയ്യും. പളനിയിലേക്കും രാമേശ്വരത്തേക്കും പോകുന്നവർക്ക് ഈ ട്രെയിൻ തിരഞ്ഞെടുക്കാം. ഇതുവരെ മലബാറിൽ നിന്ന് നേരിട്ട് രാമേശ്വരത്തേക്ക് ട്രെയിൻ സർവീസ് ഇല്ലായിരുന്നു. അതിനിടെ സ്പെഷ്യൽ ട്രെയിനുകൾ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കാനുള്ള ഒരുക്കത്തിലുമാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ. ബംഗളൂരുവിൽ നിന്ന് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലൂടെ ഓടുന്ന 3 ട്രെയിനുകൾക്ക് പുതിയ സ്റ്റോപ്പുകൾ കൂടി അനുവദിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. കേരളത്തിലൂടെ ഓടുന്ന ശാസ്താംകോട്ട, ചെങ്ങന്നൂർ, തലശ്ശേരി എന്നീ സ്റ്റേഷനുകളിലാണ് പുതിയതായി സ്റ്റോപ്പ് അനുവദിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസിന് ചെങ്ങന്നൂർ സ്റ്റേഷനിലും അമൃത് ഭാരത് എക്സ്പ്രസിന് ശാസ്താംകോട്ട, വടകര സ്റ്റേഷനുകളിലും തിരുവനന്തപുരം നോർത്ത് മംഗളൂരു അന്ത്യോദയ എക്സ്പ്രസിന് തലശ്ശേരിയിലുമാണ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചതോടെ ഡൽഹിയിലേക്കുള്ള ദീർഘദൂര യാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെങ്ങന്നൂർ, മാവേലിക്കര, അടൂർ മേഖലകളിലെ യാത്രക്കാർക്ക് ഈ സ്റ്റോപ്പ് ഏറെ സഹായകരമാകും. ഈ 2 ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ മന്ത്രിക്കും ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്കും നിരവധി തവണ കത്തുകളും നേരിട്ടുള്ള ഇടപെടലുകളും നടത്തിയിരുന്നുവെന്ന് MP അറിയിച്ചു. ഇത് സംബന്ധിച്ച് റെയിൽവേ മന്ത്രിയുടെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.